ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നേക്കണെന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നത്തിങ്ങിന്റെ പുതിയൊരു ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ആ ഫോണിനെ പറ്റി കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനല്ല, നത്തിങ്ങിന്റെ ഒഫീഷ്യൽ പ്രൊമോട്ടറിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ കസേര ഒന്ന് ഇരുന്നിട്ട് നിങ്ങളായിട്ട് ബെസ്റ്റ് റിവ്യൂ ആൻഡ് ഫീച്ചേഴ്സ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ വേഗം പോയി അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കളെ. അപ്പൊ ഞാൻ വേഗം പോയി വിളിച്ചോണ്ടിട്ട് ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ നത്തിങ് ഒഫീഷ്യൽ പ്രൊമോട്ടറാണ്. ഞങ്ങളുടെ പുതിയൊരു ഫോൺ റിലീസ് ആകുമ്പോൾ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ കരുതി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒട്ടും സമയം കളയാണ്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടോ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ് തുടങ്ങണേ. ഗൈസ് ഞാനില്ലേ ഈ വീഡിയോയില് ഈ ഫോണിന്റെ നെയിം റിലീസ് ആക്കാൻ പോകണേ. ഓക്കെ, കാരണം നമുക്കൊരു ഐശ്വര്യത്തോടെ തുടങ്ങണതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ റിലീസ് ആക്കട്ടെ ഗൈസ്. ഗൈസ് ഈ ഫോണിന്റെ പേര് വേറെ ഒന്നുമല്ല, കുറച്ച് സിമ്പിൾ പേരാണ്. പേരെന്താണെന്ന് വെച്ചാൽ നത്തിങ് ഫോൺ 4D. ഓക്കെ, ഒരു സിമ്പിൾ പേരല്ലേ, അതാണ് ഈ ഫോണിന്റെ പേര്, നത്തിങ് ഫോൺ 4D. സിമ്പിൾ. ഓക്കെ, ഈസി പീസി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോ ഫീച്ചേഴ്സ് ആയി തുടങ്ങിയാലോ. ഫസ്റ്റ് വൺ, ഡിസൈൻ. ഗൈസ് ഈ ഫോണിന്റെ ഡിസൈൻ എന്താ പറയുക, ഐക്കോണിക് ട്രാൻസ്പെറന്റ് എയ്സ്തെറ്റിക് ഗ്ലിഫ് ബാർ. ഓക്കെ, എന്താണ് ഐക്കോണിക് ട്രാൻസ്പെറന്റ് എയ്സ്തെറ്റിക് ഗ്ലിഫ് ബാർ. ഓക്കെ ഗൈസ്, ഈ ഫോണിന്റെ ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരും, എന്താണ് ഈ ഗ്ലിഫ് ബാർ? കുറെ ആൾക്കാർക്ക് ഡൗട്ട് വരും, സ്വാഭാവികം. ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ ഗ്ലിഫ് ബാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഫോണിന്റെ ബാക്കിലില്ലേ ലൈറ്റ് കത്തും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതിനെയാണ് ഈ ഗ്ലിഫ് ബാർ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല കേട്ടാ. ഓക്കെ, പിന്നെ ഈ ഫോണിന്റെ ബാക്കില്ലേ അത് ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ടച്ചും ആണ്. സെറ്റ് അല്ലേ? പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ റിഫ്രഷിംഗ് റേറ്റ് എത്രയാണ്? റിഫ്രഷ് റേറ്റ് ഈ ഫോണിന്റെ വരുന്നതെന്ന് പറഞ്ഞാൽ 120 ഹെർട്സ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ സൈസ്. ഈ ഫോണിന്റെ ഗൈസ്, ഈ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 6.7 ഇഞ്ച്. രണ്ട് ടൈപ്പ് വേരിയന്റ് ആണ് വേണ്ടത്. രണ്ട് ടൈപ്പ് വേരിയന്റിലാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വേണ്ടത്. ഒന്നാമത്തെ വേരിയന്റ് ആണ് 6.7 ഇഞ്ച്, രണ്ടാമത്തെ എന്ന് പറയുന്നത് 6.78 AMOLED ഡിസ്പ്ലേ വിത്ത് സ്മൂത്ത്. ഓക്കെ, 6.7 ഇഞ്ച് കൊണ്ട് 6.78 AMOLED ഡിസ്പ്ലേ വിത്ത് സ്മൂത്ത്. കാരണം എന്താ വെച്ചാൽ ഈ 6.7 ഇഞ്ചും 6.78 ഇഞ്ചും ഇല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ രണ്ടും തമ്മിൽ. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ 6.78 എടുത്തോട്ടാ, ചെറിയ വ്യത്യാസമുള്ളൂ എന്തായാലും. പിന്നെ ഈ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന്റെ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ സ്മൂത്ത് എന്ന് ഇവർ എടുത്ത് പറയാൻ എന്താണെന്നറിയോ ഗൈസ്, ഈ ഫോണിലില്ലേ ഇപ്പൊ ബാക്കിലാണെങ്കിൽ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ടച്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേ നിങ്ങൾ തൊട്ടാലും ഒരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ടച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ശരിക്കും ഇതൊന്ന് തൊട്ട് നോക്കണം, എന്നാലും നിങ്ങൾക്ക് ആ സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാണ് അവരതാണ് അത്ര എടുത്ത് പറയണത്. നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി, ബാക്കിലായാലും ഫ്രണ്ടിലായാലും ടച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര സ്മൂത്താണ് അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കേട്ടാ. പിന്നെ മൂന്നാമത്തെ എന്ന് പറയണത് ഗൈസ് എന്താണെന്നറിയോ, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പെർഫോമൻസ്. പെർഫോമൻസ് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഫോണിന്റെ പെർഫോമൻസ് ഏതാണെന്ന്. ഓക്കെ ഗൈസ്, ഈ ഫോണിന്റെ പെർഫോമൻസ് പറയുന്നത് വേറെ ഒന്നുമല്ല, പവേർഡ് ഒക്ട കോർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 6 Gen 5 ചിപ്സെറ്റ് ആണ് ഈ ഫോൺ വരുന്നത്. എന്ത്? സ്നാപ്ഡ്രാഗൺ 6 Gen 5 ചിപ്സെറ്റ്. ഓക്കെ, മറ്റേ ഇതില്ലേ ഗൈസ്, ഏതാണെന്നറിയോ, ഒക്ട കോറാണ് ഇതിന് പവർ നൽകണത്. പിന്നെ ഇതിൽ വന്നേക്കുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 ചിപ്സെറ്റ് ആണ്. ഓക്കെ, 6 Gen 4 ചിപ്സെറ്റ് ഓർത്ത് വെച്ചോ, സ്നാപ്ഡ്രാഗൺ 6 Gen 4 ചിപ്സെറ്റ്. ഓക്കെ, കീടിലൻ ചിപ്സെറ്റ് ആണ് മോനെ. പിന്നെ അടുത്തതെന്ന് പറയണത് വേറൊന്നുമല്ല, എന്ത്, ക്യാമറ. ഓക്കെ, ക്യാമറ എന്ന് പറയണത് ഞാൻ പറഞ്ഞുതരാം, 50 MP-യുടെ 50 MP 50 MP-യുടെ പ്രൈവറ്റ് ക്യാമറയാണ് ഈ ഫോൺ വരുന്നത്. 50 MP മെഗാപിക്സ്, സോറി 50 MP മെഗാപിക്സ് പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിന്റെ ബാക്കിൽ വരുന്നത് കേട്ടാ. 50 MP-യുടെ ക്യാമറയാണ്. നിങ്ങൾക്ക് നല്ല കീഴിലൂടെ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 50 MP മെഗാപിക്സ് പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിന്റെ ബാക്കിൽ വരുന്നത് കേട്ടല്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ മെമ്മറി ആൻഡ് സ്റ്റോറേജ്. ഗൈസ് ഈ ഫോണിന്റെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞില്ലേ 8 GB ആണ് തുടക്കം. 8 GB 128 GB റാം, 256 GB സ്റ്റോറേജ് ആണ് ഈ ഫോണിന് വരുന്നത്. എങ്ങനെയാണ്, അടിപൊളിയല്ലേ? പിന്നെ
അടുത്തത് എന്ന് പറഞ്ഞാൽ ബാറ്ററി. ഗൈസ് ഈ ഫോണിലെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5400 mAh ബാറ്ററിയാണ് ഫോർ ഓൾ ഡെയിലി യൂസ്. ഇവർ സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ട് ഫോർ ഓൾ ഡെയിലി യൂസ്. 5400 mAh ബാറ്ററിയാണ് ഫോർ ഓൾ ഡെയിലി യൂസ്. ഓക്കെ, ഈ ഫോണിലില്ലേ മൈക്രോ SD കാർഡിൻ്റെ സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. മൈക്രോ SD കാർഡ് സപ്പോർട്ടും ചെയ്യില്ല, അതിൻ്റെ സ്ലോട്ടും ഈ ഫോണിലില്ല. അതുണ്ടെന്നും പറഞ്ഞ് ആരും ഈ ഫോൺ പോയി വാങ്ങണ്ട, അതില്ല കേട്ടാ. ഓക്കെ, പിന്നെ ചാർജിങ് എന്ന് പറയണത് 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കേബിളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞില്ലേ ഗൈസ്, ലൈറ്റ് ബ്ലൂ ആൻഡ് ബ്ലാക്ക്, അതാണ് ഈ ഫോണിൻ്റെ കളർ എന്ന് പറഞ്ഞത്. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത് ഗൈസ്. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, ഇത് സത്യം പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫോണാണ്. നിങ്ങൾക്കില്ലേ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണ് സത്യം പറഞ്ഞാൽ ഇത്. നിങ്ങൾക്ക് ഡെയിലി യൂസിന്, ഗെയിമിംഗ് ഒന്നും അല്ല, ഗെയിമിങ്ങിനൊന്നും ഈ ഫോൺ പറ്റൂല, ഡെയിലി യൂസിന് പറ്റണ ഒരു ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫോണാണ് ഞാൻ പറയണത്. അത് ബഡ്ജറ്റ് നല്ല ഒരു നോർമൽ പേഴ്സണി പറ്റണ ഒരു നോർമൽ ലെവലിലെ ബഡ്ജറ്റിൽ ഈ ഫോൺ വരുന്നുള്ളൂ. അതിന് നല്ല ഫീച്ചേഴ്സ് വരെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 5400 mAh ബാറ്ററിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫോണിന് വേണ്ടി. ബഡ്ജറ്റ് ഫോൺ. ഈ ഫോണിൻ്റെ വിലയില്ലേ ഞാൻ അവസാനം പറയാം, നിങ്ങൾ ഞെട്ടിപ്പോവല്ല. 5400 mAh ബാറ്ററി, പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ലൈറ്റ് കത്തും. സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ടച്ചാണ്. മുമ്പിൽ എന്ന് പറയണത് സ്മൂത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് തൊടുമ്പോൾ സ്മൂത്ത്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. 120 റിഫ്രഷിങ് റേറ്റ് ഉണ്ട്. പിന്നെ നല്ല ബാക്കപ്പ് സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. 8GB 128GB റാം വരുന്നുണ്ട്. 8GB ആൻഡ് 128GB റാം, 256GB സ്റ്റോറേജ് വരുന്നുള്ളൂ. സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു പേടിയും വേണ്ട. നല്ല ഫോണെന്ന് പറഞ്ഞാൽ അടിപൊളി ഫോണാണ്. പിന്നെ ക്യാമറ എന്താ കുഴപ്പം, 50 MP ക്യാമറ, 50 MP മെഗാപിക്സ് പ്രൈമറി ക്യാമറ ഈ ഫോണിന്റെ ബാക്കിൽ തന്നെയെന്ന് പറഞ്ഞാൽ ക്യൂഡിലും ക്യാമറ നല്ല ക്യൂഡിലോട് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ക്യൂഡിലോട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ ഗൈസ് പിന്നെ വേറെ കാര്യമുണ്ട്, അത് ഞാൻ മെയിനായിട്ട് ഞാൻ പറയാൻ മറന്നുപോയി. എന്താണെന്ന് അറിയോ, ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ ഗൈസ്. ഈ ഫോണിന്റെ ഈ ബഡ്ജറ്റ് ഫോണില്ലേ ഗൈസ്, ഈ ബഡ്ജറ്റ് ഫോൺ ഡെയിലി യൂസിനെ പറ്റുന്ന ബഡ്ജറ്റ് ഫോൺ, ഇതിന്റെ സോഫ്റ്റ്വെയർ ഏതാണെന്നറിയോ ഗൈസ്? നമ്മ പണ്ടില്ലേ ആൻഡ്രോയിഡ് 16 എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാ? അതിൽ ആൻഡ്രോയിഡ് 16 എന്ന് പറഞ്ഞ സാധനം അന്ന് ഭയങ്കര ഹൈപ്പിൽ നിൽക്കണായിരുന്നു. ഭയങ്കര ഹൈപ്പിൽ, കാരണം അത്ര പവർഫുൾ അല്ലേ. അപ്പം നത്തിങ് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ, ആൾക്കാർക്ക് പറ്റിയ ഒരു ബഡ്ജറ്റ് ഫോൺ ഇറക്കണം ഡെയിലി യൂസിന്. എന്നിട്ട് ആ ആൻഡ്രോയിഡ് 16 അത്ര ലെവലിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഇറക്കണമെന്ന് അവരന്ന് തീരുമാനിച്ച്, അവരന്ന് തുനിഞ്ഞിറങ്ങി, അവർ വെറുതെ വിട്ടില്ല, അവരെത്തിച്ച്, അവരിറക്കി. അതിൻ്റെ പേരെന്താണെന്നറിയോ, നത്തിങ് OS. ആൻഡ്രോയിഡ് 16 അത്ര ലെവലിൽ തന്നെ അത്ര പവർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് അവരിറക്കിയത്. സെയിം ലെവലിൽ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, എവിടെയെങ്കിലും ചോദിച്ചാണെങ്കിൽ നോക്കിക്കോ നിങ്ങൾ. ആൻഡ്രോയിഡ് 16 അത്ര സെയിം ലെവലിൽ തന്നെ അവർ അതും കസ്റ്റം ബിൽഡ് ചെയ്തത് ഗൈസ്, കസ്റ്റം ബിൽഡ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ. പക്ഷെ എൻ്റെ പൊന്നെ, നത്തിങ് OS സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് കേട്ടോ. ആൻഡ്രോയിഡ് 16 അത്ര ലെവലിൽ പവർഫുൾ ആണത് കേട്ടോ. പിന്നെ ഗൈസ് ഈ ഫോണിൻ്റെ ഇല്ലേ വീഡിയോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ 4K 60 FPS ഒക്കെ വരെ കിട്ടും കേട്ടോ. പിന്നെ 50 MP ക്യാമറ ഉള്ള അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പം അതൊക്കെയാണ്. പക്ഷേ ഈ ഫോണിന് ഡെയിലി യൂസിന് പറ്റിയൊരു ഫോണാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കണ്ണും പൂട്ടി എടുത്തോ. കാരണം ഇത്ര നല്ല 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 പൈസക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡെയിലി യൂസ് ഫോൺ കിട്ടത്തില്ല. ഞാൻ പറയണേണ്, നത്തിങ് ഫോൺ 4B നല്ല ഫോൺ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോൺ. കണ്ണ് പൂട്ടി എടുത്തോ. ഡെയിലി യൂസിന് പറഞ്ഞാൽ ബെസ്റ്റ് ഫോണാണത്. വില എത്രയാണെന്ന് അറിയോ ഗോയ്സ്, നിങ്ങൾ ഞെട്ടിപ്പോ. ഞാനാ പറയണം, ഇത്രയും കീഴിലെ സാധനം സ്നാപ്ഡ്രാഗൺ 6 Gen 4 ചിപ്സെറ്റൊക്കെ ഉള്ള ഈ ഫോണ്, പുറകിൽ ലൈറ്റ് കത്തണത്, പിന്നെ കിടിലെ ബാറ്ററി ഉള്ളത്, നല്ല കിടില അത്ര ലെവലിലുള്ള സോഫ്റ്റ്വെയർ കൊടുത്ത് ഈ ഫോണിൻ്റെ വില എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? വേറെ ഒന്നുമല്ല, 25,000 തൊട്ട് 30,000 ഉള്ളിലേ വരുള്ളൂ ഈ ഫോണിൻ്റെ വില. ഗൈസ് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്ക്, ഇപ്പം നമ്മൾ നല്ലൊരു ഫോൺ വാങ്ങി കൊടുക്കണം 30,000, നല്ലൊരു ഫോൺ. അപ്പം ഈ 25,000 തൊട്ട് 30,000 ഉള്ളിലൊരു ഫോൺ, ഇങ്ങനെ ഒരു ഫോൺ കിട്ടാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് സുഹൃത്തുക്കളെ. വെച്ചാൽ ഇത് ലൈഫ് ലോങ് ആണ്, ലൈഫ് ലോങ് ടേം ആണ് ഗൈസ്. നിങ്ങൾക്ക് ലൈഫ് ലോങ് ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. കാരണം അത്രക്ക് കിടിലെ ഫോണാണ്, കിടിലെ പ്രോസസ്സറൊക്കെ ഇവർ നൽകിയേക്കണത്.
കിടിലം എല്ലാ അവർ കൊടുത്തേക്കണ എല്ലാ ഫീച്ചേഴ്സും അടിപൊളിയല്ലേ. നമ്മുടെ പെർഫോമൻസ് മറ്റേ ഏത് പെർഫോമൻസ് മറ്റേതില്ലേ ഏതാണെന്നറിയോ? പക്ഷെ എന്തായിരുന്നു പെർഫോമൻസ് എന്തായിരുന്നു? പെർഫോമൻസ് ഒക്ടാ കോർ കോൾകോം സ്നാപ്ഡ്രാഗൺ 6 Gen 5 ചിപ്സെറ്റ് ഒക്ടാ കോർ അതൊക്കെ എന്ന് വെച്ചാൽ നല്ല വില കൂടിയ സാധനമാണ് അതൊക്കെ. അതാണ് പവർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ. അവരത്രയും പൈസ പോണതിനെ പറ്റി ചിന്തിച്ചില്ല. ആൾക്കാരെ ഹാപ്പി ആക്കണം. അവർ കൊടുക്കണ പൈസക്ക് നല്ല കിടിലം അത്രക്ക് അടിപൊളി ഫോൺ തന്നെ അവർ കൊടുക്കണമെന്നൊരു ലക്ഷ്യം ഉണ്ടായത് നത്തിങ്ങിന്. അത് അവർ പാലിച്ച്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയണേ, നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഒരു ഫോൺ വേണമെങ്കിൽ, ബെസ്റ്റ് ഫോൺ വേണമെങ്കിൽ ഈ ഫോൺ നിങ്ങൾ കണ്ണുപൂട്ടി എടുത്തോ, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഇത് ഓർത്ത് വിഷമിക്കത്തില്ല. ഞാൻ ശരിക്കും ഞാൻ പറയാട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഈ ഫോൺ പിന്നെ ഈ ഫോൺ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആരും ഇപ്പൊ തന്നെ ഒന്നും പോയി എന്റെ വാക്ക് കേട്ടിട്ട് പോയി വാങ്ങണ്ട. കാരണം ഇപ്പൊ കിട്ടത്തില്ല. കാരണം അത് റിലീസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജൂലൈ 7 വൈകുന്നേരം 3:00 ഇത് റിലീസ് ചെയ്യണത്. അപ്പൊ ഇത് റിലീസ് ചെയ്യണ ദിവസം നിങ്ങളെ മറ്റേ ഷോപ്പിലൊക്കെ എല്ലാ ഷോപ്പിലും ഉണ്ടാവും ലോഞ്ച് ചെയ്യണ സമയത്ത്. അപ്പൊ നിങ്ങൾ പോയി ചെക്ക് ചെയ്തോ. നിങ്ങൾക്ക് ഡെയിലി യൂസിന് നല്ലൊരു ഫോൺ വേണമെങ്കിൽ നല്ലൊരു ഫോൺ വേണമെങ്കിൽ നിങ്ങൾ ഈ ഫോൺ തിരഞ്ഞെടുത്തോ. ഒരിക്കലും ദുഃഖിക്കത്തില്ല. ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് കേട്ടാ. 5400 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. 1.5 ദിവസം കൂടിയത് 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ബാറ്ററി ചാർജ് നിൽക്കും. ഒരു പേടിയും വേണ്ട. ഡെയിലി യൂസ് നിങ്ങൾക്ക് റഫ് യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. നല്ല വീഡിയോസും ഇതെല്ലാം എടുക്കാം. നല്ല സ്റ്റോറേജ് ഇല്ലേ, റാം ഇല്ലേ, എല്ലാം ഇല്ലേ, ലൈറ്റ് വരെ കത്തും. അപ്പം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ ഈ ഫോൺ കൊണ്ടുവന്നേക്കണത്. അപ്പം നിങ്ങൾക്ക് പിന്നെ എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഡെയിലി യൂസിന് പറ്റുന്ന ബെസ്റ്റ് ഫോണാണ്. ഇതിന് വില കൂടിയ ഫോണൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര നല്ല വിലക്ക് ഇത്ര അടിപൊളി ഫോൺ ഞാൻ വേറെ കണ്ടിട്ടില്ല. ശരിക്കും ഞാൻ പറയാം, ഞാൻ വേറെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അത് നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പം ഞാൻ എവിടെ വെച്ച് നിർത്തണേണ്. അപ്പം നിങ്ങൾക്ക് ജൂലൈ 7 വൈകുന്നേരം 3:00 സാധനം ലോഞ്ച് ചെയ്യും. അപ്പം വാങ്ങേണ്ടവർ ഷോപ്പിലൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പം ഞാനിവിടെ വെച്ച് നിർത്തണേണ്. അപ്പം ഇറ്റ്സ് മീ നത്തിങ് സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.